ഹലോ വെൽക്കം ബാക്ക് ടു നിയാൻസ് ഡിസൈൻസ്. അപ്പോൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ ഇത്രയും ഡിലേ വന്നത്. അല്ലെങ്കിൽ ഞാനിത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. കാരണം നമ്മുടെ പേരും പറഞ്ഞിട്ട് വലിയൊരു സ്കാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഫേസ്ബുക്കിലാണ് ഇത് നടക്കുന്നത്. ഒരുപാട് പേരുടെ പൈസ ഇതിനകം പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയെങ്കിലും എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും നമ്മളിത് അറിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ പേജിലെടുത്ത് നോക്കിയാൽ അറിയാം, സ്റ്റോറീസ് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞ സ്റ്റോറീസ് പോകുന്നുണ്ട്. വിത്ത് അവരെ ഫോൺ നമ്പർ, അക്കൗണ്ട് ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റോറീസ് പോകുന്നത്. പക്ഷെ എന്നിട്ടും കുറേ കസ്റ്റമേഴ്സ് മനസ്സിലാവുന്നില്ല, അവർ അവിടെ നിന്ന് പോയി ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പ്രോഡക്റ്റ് കിട്ടാണ്ടാവുമ്പോഴാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് കംപ്ലയിൻസും കാര്യങ്ങളായിട്ട് വരാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളതിൽ ഹെൽപ്ലെസ് ആണ്. നമ്മുടെ പ്രൊഫൈൽ പിക്കും അതുപോലെ തന്നെ വീഡിയോസ് എടുത്തിട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ നോക്കുന്നത്. വെച്ചാൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല, വെറുതെ നിങ്ങളിൽ നിന്ന് പൈസ തട്ടിച്ചെടുക്കൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇത് ഹിന്ദിക്കാരായിട്ടാണ് നമുക്ക് തോന്നുന്നത്, മലയാളികളല്ല എന്തായാലും. കാരണം അവർ ആ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിമൊക്കെ കണ്ടിട്ട് അത് ഹിന്ദിക്കാരായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല അവർക്ക് മലയാളം അറിയില്ല. അവർ ആ ചാറ്റും കാര്യങ്ങളും, ഇപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തരുന്ന ചാറ്റിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. ചാറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ അതിൽ നേരിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി അങ്ങനെ അയക്കുന്ന മലയാളമാണ്. അപ്പോൾ നമുക്കത് പിന്നെ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ മലയാളം അറിയാത്തവരും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാണ് ഈ സംഭവം ചെയ്യുന്നതെന്ന് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അവരൊരു ടെക്നിക്ക് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഫേസ്ബുക്കിലാണ് അവർ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇങ്ങനെ ആഡ് കൊടുത്തിട്ട് വീഡിയോ പോപ്പപ്പ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചിട്ട് നേരിട്ട് വാട്സപ്പിലോട്ടാണ് ഇത് പോകുന്നത്. വാട്സപ്പിൽ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവരെ QR കോഡ് അയച്ചിട്ട് 3 ദിവസം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ അവരെ ആ ഒരു ഫോൺ നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടും കൊടുക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. കുറേ എണ്ണം നമ്മളിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റോറീസ് ഇടുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും പുതിയ പുതിയ അക്കൗണ്ടുകളാണ് ഇൻസ്റ്റഗ്രാമിൽ അവരുടെ വരുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് അവരുടെ അക്കൗണ്ടുകൾ. നമ്മളെല്ലാ ഇതിൽ നിന്നും അവർ ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പ്രോഡക്റ്റ് കിട്ടാണ്ട് നമ്മൾ വിളിച്ചിട്ട് നമ്മളെയാണ് ചീത്ത പറയുന്നത്. അവരെ ഞാനൊന്നും പറയണില്ല, കാരണം എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് നമ്മളാണ് ഇത് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. എന്നുവെച്ചാൽ നമുക്ക് ആകെ കൂടെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടേ ഉള്ളൂ. അത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 110K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അതിൽ നിന്നാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. പിന്നെ വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് നമുക്ക്. അത് ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ബയോയിൽ 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പർ മാത്രമേ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതിൽ നിന്നും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അതല്ലാണ്ട് ബാക്കി ഏത് വാട്സപ്പ് നമ്പറിൽ നിന്ന് ആയിക്കോട്ടെ, ഏത് ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് ആയിക്കോട്ടെ, നമ്മളത് റെസ്പോൺസിബിൾ അല്ല. അതിനെ മാത്രമല്ല, നിങ്ങളിങ്ങനെ പേ ചെയ്യണേക്ക് മുന്നേ നിങ്ങൾ ആ ഒരു ഇപ്പം നമുക്ക് ഒരു പേജ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഗ്രോത്തും കാര്യങ്ങളും അല്ലെങ്കിൽ ഫോളോവേഴ്സും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ജെന്യുവിൻ ആണോ അല്ലയോ എന്ന്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇവർ നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള പേജ് ആണെങ്കിൽ കറക്റ്റ് ഇൻ്റർവെൽസിൽ ഇങ്ങനെ വീഡിയോസ് എടുത്തെടുത്ത് അങ്ങനെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള അങ്ങനത്തെ പേജായിരിക്കും. മാത്രമല്ല, പേയ്മെൻറ്റ് ചെയ്യണേക്കാട്ടിലും മുന്നേ നിങ്ങൾ നല്ലൊരു ഇതിലാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പേയ്മെൻറ്റ് മൊത്തം വരുന്നത് കറണ്ട് അക്കൗണ്ടിലേക്ക്, നിയാൻസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതല്ല, ഞങ്ങളുടെ കറണ്ട് അക്കൗണ്ടിലേക്കാണ്. ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ജെന്യുവൻ സ്ഥാപനത്തിലാണെങ്കിലും ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണേക്കാട്ടിലും മുന്നേ ആ കറണ്ട് അക്കൗണ്ടിൽ അതിൻ്റെ പേരാണോ വരുന്നതെന്ന് നോക്കണം. അതല്ലാണ്ട് ഇതിപ്പോൾ ഒരു പവൻകുമാർ എന്ന് പറഞ്ഞൊരു പേരാണ് അതിൽ വരുന്നത്. അപ്പം അങ്ങനെ ഒരു പേരിൽ എന്തായാലും നമ്മൾ പേയ്മെൻറ്റ് വാങ്ങില്ല. പിന്നെ ആ പേര് കേട്ടാൽ തന്നെ അറിയാം നമുക്കൊരു മലയാളികളുടെ ഒരു പേര് പോലും ഇല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓർഡർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ 2850 കൊടുക്കുന്ന മൊഡാൾ സിൽക്കിൻ്റെ ആ ഒരു സംഭവമാണ് അവർ 850 കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ലൈനിങ് ഒക്കെ വെച്ചിട്ട് പ്യുവർ മൊഡാലിലാണ് ആ ഒരു സംഭവം 2850 കൊടുക്കുന്നത്. അത് 850 അവർക്ക് എങ്ങനെയാണത് മുതലിക്കണേന്നും അങ്ങനത്തെ കാര്യങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഓർഡർ ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും.
ഇത് ഒരു സ്കാമാണ് അങ്ങനെ മനസ്സിലാവും. അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ ഒന്ന് തിങ്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ ചെന്ന് പെടരുത്. ഞാനിവരെ ബാക്കി ഡീറ്റെയിൽസ് അത് ചെയ്യാം. ഇനിയും ആരെങ്കിലുമൊക്കെ ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യണം. കാരണം കംപ്ലയിൻറ്റ് ചെയ്യാനുള്ളൊരു ലിങ്ക് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊന്ന് നിങ്ങൾ നിങ്ങളുടെ കംപ്ലയിൻറ്റും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.